Hello guys, welcome back to a new video from Abifanga 2.0. സോ ഗൈസ് ഇന്നത്തെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുടിക്കണം, കാരണം 2 മാസം നമ്മൾ കുടിച്ചിട്ടൊന്നുമില്ല. സോ ഗൈസ് നമ്മൾ കുളിച്ചിരുന്ന് പുറത്തിറക്കി ഇറങ്ങിയിട്ടുണ്ട്. സ്വിമ്മിംഗ് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കൊരു കോളൊക്കെ വരുന്നുണ്ട്. ഇതാരാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ആറാ ഇതാരാ? പറഞ്ഞോടി. ഇത് നമ്മുടെ രാജു അല്ലേ? രാജു എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ തന്നെയാണ്. ഞാൻ പറയുന്നൊരു ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 20 ലക്ഷം ഞാൻ തരാം. 20 ലക്ഷം? പറ, എന്താ എൻ്റെ ടാസ്ക്? നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ അടിച്ച് മാറ്റണം. അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്ത് സിമ്പിൾ ടാസ്ക്? അത് സിമ്പിൾ ടാസ്ക് അല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അതെന്താടാ? അത് ഞാൻ ഹെലികോപ്റ്റർ അടിച്ച് മാറ്റുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ അടിച്ച് മാറ്റാൻ പറഞ്ഞത് ഒരു പോലീസ് ഹെലികോപ്റ്ററാണ്. എനിക്കിപ്പോൾ പ്രാന്ത. അടിച്ച് വരുന്നെങ്കിൽ വിളിച്ചാൽ മതി. അല്ല പിന്നെ രാജു ഫോൺ കട്ട് ചെയ്തു. രാജു കളപ്പാന്നിയുടെ മറ്റേ കോള് കട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും കേസ്? ഒരു പോലീസ് ഹെലികോപ്റ്ററൊക്കെ അടിച്ച് മാറ്റാൻ പറഞ്ഞേക്കണത്. കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഡിഫൻഡർ അടുത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഈ പോലീസ് സ്റ്റേഷൻ എൻ്റെ വീടിന് തൊട്ടടുത്താണെങ്കിലും ഡിഫൻഡർ അടുത്ത് പോകാൻ രസമുള്ളൂ. അതാണ് ഗൈസ് മാസ്. ഇതെന്തായാലും ഒന്ന് ഹെലികോപ്റ്ററൊക്കെ അടിച്ച് മാറ്റാണ് ഗൈസ് അവൻ പറഞ്ഞേക്കണത്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും നോക്കി നോക്കാം. നമുക്ക് എന്തിനാണെന്ന് അറിയത്തില്ല ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ കൂടെ കയറാം. കാരണം മുന്നിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഹെലികോപ്റ്റർ അടിച്ച് മാറ്റാനാണെന്ന് ചിലപ്പോൾ അറിഞ്ഞാലോ. എന്തെങ്കിലും ആട്ടോ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് ചാടി നോക്കാം ഗൈസ്, ഹെലികോപ്റ്ററിൽ ചാടി നോക്കാം. എൻ്റെ അമ്മച്ചി, ഞാൻ എന്താ പോണേ അമ്മേ. ഗൈസ് നമ്മൾ നൈസായിട്ട് തലടിച്ച് വീണു, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്. ഗൈസ് മുകളിൽ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. എനിക്കൊന്ന് ഹെലികോപ്റ്ററാണെന്ന്. ഇവിടെ ഇഷ്ടംപോലെ കാറൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ. ഗൈസ് ഇത് നമ്മുടെ ഹെലികോപ്റ്റർ, വിച്ച് മീൻസ് പോലീസ് ഹെലികോപ്റ്റർ. അതാണ് നമുക്ക് അടിച്ച് മാറ്റേണ്ടത്. ഇതെന്താണ് ഗൈസ്? ലാൻഡ് ക്രൂസർ, പിന്നെ 3 ബൈക്കൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ നോക്കാം. നമുക്കാദ്യം മറ്റേ മോളിലിരിക്കുന്ന ഹെലികോപ്റ്റർ എത്ര പെട്ടെന്ന് അടിച്ച് മാറ്റണം. അതൊക്കെ എങ്ങനെ അടിച്ച് മാറ്റുക? ഒരു വഴിയും കിട്ടുന്നില്ല ഗൈസ്. അത് ഇത്ര ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഈ സാധനം കൊണ്ടുവച്ചു ഞങ്ങൾ അങ്ങനെ അടിച്ച് മാറ്റണമാണ്. അതും വേറെ കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യും ഗൈസ്, ഒന്നും അറിയാത്തവരെ മുകളിൽ കയറി പോവാം. നമ്മളൊന്ന് മുകളിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. വാ ഗൈസ്, അയാൾക്ക് പ്രാന്താണ് കേട്ടോ. അയാൾ പോകാൻ പറഞ്ഞു. എന്തിനാട്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. മുകളിലെ സാധനം ഉണ്ടോ നോക്കാം ഗൈസ്. എനിക്ക് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ആ ഹെലികോപ്റ്റർ ഇവിടെ ആയിരിക്കും. ഇവിടെ അടുത്താണെങ്കിൽ ഏണി പോലും ഇല്ല. നമ്മളിപ്പോൾ എങ്ങനെ കയറും? ഒരു മിനിറ്റ് കേസ് ആ കാണുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, ഇവിടെ സൈഡിൽ ഒരു വേറെ ഏണിയും കൂടെ ഉണ്ട്. നമുക്ക് അതിൽ കൂടെ കയറാം കേസ്, അതായിരിക്കും ബെറ്റർ. കേസ് അപ്പോൾ നമ്മളങ്ങനെ ആ ഏണി കൂടെ ഒക്കെ കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേസ്. പോലീസുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, വേഗം നമുക്ക് ഈ ഹെലികോപ്റ്റർ അങ്ങ് വിട്ടോ അടിച്ചു മാറ്റാം കേസ്. ഓക്കെ, നമ്മൾ ഹെലികോപ്റ്റർ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേസ്. 3 സ്റ്റാർ വാണ്ടർ ലെവൽ കേസ് നമ്മൾ വെട്ട് ഗേസ്. വേറെ ഹെലികോപ്റ്റർ. അയ്യോ ഗേസ്, ഈ അമ്മമാർക്ക് മനസ്സിലായോ? അതെങ്ങനെയാ? ഇത് പോലീസ് ഹെലികോപ്റ്റർ ആണല്ലോ. ചിലപ്പോൾ ഇത് GPS ഒക്കെ വെച്ചിട്ടുണ്ടാകും ഗേസ്, നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. അയ്യോ ഗേസ്, ബാക്കിലൊരു പോലീസുകാരുണ്ട് കേട്ടോ, പോലീസ് ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യും, എന്താ പറയുക, ട്രാക്ക് ചെയ്ത് നമ്മളെ പോലീസുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും ഗേസ്. ഒരു കാര്യം ചെയ്യും ഗേസ്, രാജുവിനെ വിളിക്കാം. എന്താ രാജു ഫോൺ എടുക്കാത്ത? അവൻ വീട്ടിലില്ലേ? രാജു ഫോൺ എടുത്തു ഗേസ്. രാജു എന്താടാ? എന്താ എൻ്റെ വർക്ക് 3 സ്റ്റാർ വാണ്ടർ ലെവല് അതാണോ? 3 സ്റ്റാർ വാണ്ടർ ലെവലോ? ഇവന്മാരിപ്പോൾ എൻ്റെ വർക്ക് വന്നുകൊണ്ടിരിക്കുക. നീ എന്ത് ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയണ്ട. നീയല്ല പറഞ്ഞ ഈ പോലീസ് ഹെലികോപ്റ്റർ അടിച്ചു മാറ്റാൻ. അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവന്മാരങ്ങനെ അറിഞ്ഞ് ഞാൻ അടിച്ചു വേണ്ടത് പോലീസ് ഹെലികോപ്റ്റർ ആണല്ലോ. ചിലപ്പോൾ അതിൽ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിലൊരു സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിലടിക്കുന്നത് അടിച്ചു മാറ്റിയത്. വേഗം പൊക്കോ, ഇവിടുന്ന് വേഗം സ്ഥലം വിട്. ശരി ഗൈസ്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, ജുറാസിക് പാർക്കിൽ പോയി ഒളിക്കി. അവിടെ പോയി ഒളിച്ചിട്ട് ഒളിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും കണ്ടുപിടിക്കണമെന്നൊക്കെ എൻ്റെ മാമൻ പറഞ്ഞത്. ഇന്ന മാമൻ. മാമൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ നീ ആര് പൊട്ടനാണോ? എത്രയും പെട്ടെന്ന് തന്നെ എവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നെങ്കിൽ രക്ഷിക്കാൻ പറ്റടാ. എനിക്ക് പറ്റുന്നില്ലടാ. ഈ കാര്യം ചെയ്യ്,
അവിടെ തന്നെ പോയി വിളിച്ചോ, വേറെ വഴിയില്ല. എനിക്കൊന്ന് ഹെലികോപ്റ്റർ ഇങ്ങോട്ട് ഇല്ലെന്ന്. എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും അറിയാത്ത പോലെ ഓടിക്കുക, അതായിരിക്കും ബെറ്റർ. എൻ്റെ മുന്നേ കേസ് വീഡിയോ കണ്ടിട്ടോ. അവൻ പോയോ? ഞാൻ മ്യൂട്ടിലിട്ട് വെച്ചേക്കാണ്, അതുകൊണ്ടാണ് അവൻ്റെ ശബ്ദം കേൾക്കാത്തത്. അവനിപ്പോഴും കോളേജ് ഉണ്ട്. എടാ രാജു, ആ ഹെലികോപ്റ്റർ ഇവിടെ എത്തിയടാ. ഹെലികോപ്റ്റർ അതിവിടെ എത്തിയ ഈശ്വര. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ എന്നെ എത്ര പെട്ടെന്ന് ചെയ്യടാ. ഞാൻ നോക്കട്ടെ. ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരന്മാരെ വട്ടം കറക്ക്. അത് ശരിയാ. എൻ്റെ 1 സ്റ്റാർ പോയി. 1 സ്റ്റാർ വേണ്ടിട്ട് പോലെ പോയി. 1 സ്റ്റാർ വേണ്ടിട്ട് പോലെ ഇത്ര പെട്ടെന്ന് പോയോ? പോയി. നീ ഇപ്പോൾ അവിടെ ഞാൻ ജുറാസിക് പാർക്കിൻ്റെ അടുത്തുള്ള റാമ്പില്ല അവിടെ, റെയിൽവേ സ്റ്റേഷൻ. എന്തോ എടാ വേഗം ഓടിക്കോ. ഗൈസ് അവൻ കട്ട് ചെയ്ത്. കട്ട് ചെയ്ത് ഗൈസ് അവൻ. ഇനി പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും വിമാനൊന്ന് വട്ടം കറക്കിയിട്ട് പോവാം. ഹെലികോപ്റ്റർ ആണെങ്കിൽ എൻ്റെ പുറകെ വിടുന്നുമില്ല. പക്ഷെ എൻ്റെ മോനെ 1 സ്റ്റാർ പോകുന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ പോയില്ല. എത്ര ഉണ്ടെന്ന് ചെയ്യുക? നമുക്ക് 2 സ്റ്റാർ വേണ്ടിട്ട് ഇപ്പോഴും ഉണ്ട്. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഈ പോലീസുകാരുണ്ട് കാണിക്കണ്, സ്കിഡ് അടിക്കുന്നു. 1 സ്റ്റാറും പോയി. ഓക്കെ, നമുക്കിനി കുറച്ച് രവന്മാരെ വട്ടം കളിപ്പിക്കാം, അല്ലാണ്ട് ഒരു രക്ഷയൊന്നുമില്ല ഗേസ്. അങ്ങനെ ഇവന്മാരെ 1 മണിക്കൂറിന് ശേഷം വട്ടം കളിപ്പിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഗേസ്, നമുക്ക് രാജുവിൻ്റെ അടുത്ത് തന്നെ വണ്ടി ഈ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാം. അല്ല ഗേസ്, നമ്മളിപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ എവിടെ പാർക്ക് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. സാധാരണ ഹെലികോപ്റ്റർ അവിടേക്കാണ് ഇരിക്കാറ്. ഓക്കെ, നമ്മളങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യം ചെയ്യാം ഗേസ്, നമുക്ക് അവിടെ രാജുവിനെ വിളിക്കാം. അവിടേക്കൂടെ കയറിപ്പോകും. എൻ്റെ പൊന്നെ, എൻ്റെ തല. വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് രാജുവിനെ വിളിക്കാം ഗേസ്. രാജോയ്. എടാ ഫ്രാങ്ക്ലിന്, ഇന്ന് നല്ലൊരു കാര്യം ചെയ്തത്. എനിക്ക് ക്യാഷ് മണിയും പ്രൈസൊക്കെ ഉണ്ട്. ഇതെന്താ ഉടൻപാണോ? അല്ല, എന്തായാലും ഞാൻ വലിയ ദൗത്യം ചെയ്തു. നീ എങ്ങനെയാണോ അവന്മാരെ രക്ഷപ്പെട്ടെ? ഞാൻ അവന്മാരെ മറ്റേ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒട്ടിപ്പിച്ച്, എന്നിട്ടാണ് രക്ഷപ്പെട്ടെ. എന്തെങ്കിലും ആവട്ടെ. നീ എന്തായാലും ആ ഹെലികോപ്റ്റർ ഇവിടെ എത്തിച്ചില്ലേ, അത് വലിയൊരു കാര്യം. അത് ശരിയാ. എൻ്റെ കാശി എനിക്കൊരു ബാഗ് തരാം. ബാഗ് കിട്ടി. അപ്പം ഞാൻ പോട്ടെ കേട്ടോ. ശരി. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ദൗത്യം ചെയ്തെടുക്കാൻ ഈ ദൗത്യം ഞാൻ ചെയ്തത് കൊണ്ട് എല്ലാവരും എനിക്ക് ലൈക്ക് തരണം എന്ന് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നു. സോ വേറെ വീഡിയോ കാണാം. ബൈ.